കേരള നീതിന്യായ ചരിത്രത്തിലെ അപൂർവ വിധിയാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ ഇന്ന് വന്നത്. മുഴുവൻ പ്രതികൾക്കും ഇത്രയധികം പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ട് തന്നെയാണ്. നിഷ ദിലീപ് വീണ്ടും ചേരുന്നുണ്ട് മാവേലിക്കരയിൽ നിന്ന്. തത്സമയം നിഷ, വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് ലഭിച്ചോ? എന്തൊക്കെയാണ് കൂടുതലായി അറിയാൻ കഴിയുന്നത്? വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപൂർവങ്ങളിൽ അത്യപൂർവമായ കൊലപാതകം. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ കേസിന്റെ ആദ്യ ഘട്ടം, അതായത് ഈ കൊലപാതകം നടന്ന് 2 ദിവസത്തിനുള്ളിൽ 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. 22-ാം തീയതി ഡിസംബർ 22-ന് ഡിവൈഎസ്പി NR ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം 1.5 മാസത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ മുഴുവൻ പ്രതികളെയും 35 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇതിൽ മാത്രമല്ല, ഈ 35 പ്രതികളിൽ കുറ്റകൃത്യത്തിൽ നേരിട്ടും പ്രധാന ഗൂഢാലോചനയിൽ പങ്കാളികളുമായ 15 കുറ്റവാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം തന്നെ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള പ്രതികളുടെ റൂട്ട് മാപ്പുകൾ, ഡിജിറ്റൽ തെളിവുകൾ, അത്തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ കണ്ടെത്തുകയും ഈ കേസിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിന്റെ വിജയം എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രോസിക്യൂഷൻ, അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. ഈ കേസിൽ വിധി വരുന്നത് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ്. നമുക്കറിയാം, പല കേസുകളിലും ഒരുപാട് വൈകിയൊക്കെയാണ്, വർഷങ്ങൾ എടുക്കും വിധി വരാൻ. പക്ഷേ ഈ കേസിൽ 2 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. അതും അത്യപൂർവമായ വിധി. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന വിധിയാണ്. മുഴുവൻ പ്രതികൾക്കും, കേസിലെ മുഴുവൻ പ്രതികൾക്കും 15 പ്രതികൾക്കും തൂക്കുകയർ എന്ന ഒരു ശിക്ഷയാണ് ഇന്ന് മാവേലിക്കര കോടതിയുടേതായി പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾക്കെല്ലാം, അതായത് ഈ പല വാദമുഖങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചെങ്കിലും അതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ വിധി. എന്തായാലും പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ മാവേലിക്കര കോടതിയിൽ നടത്തിയത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, PFI SDPI പോലുള്ള നിരോധിത തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളാണ് പ്രതികൾ. അതുകൊണ്ട് തന്നെ പ്രതികൾ പുറത്തിറങ്ങിയാൽ നാടിനാപത്താണ്. ഇവർക്ക് നൽകുന്ന ശിക്ഷ സമൂഹത്തിന് പാഠമായിരിക്കണം എന്ന കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കോടതി അംഗീകരിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ശിക്ഷയിലൂടെ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം എന്ന് പറയുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. അമ്മയുടെയും ഭാര്യയുടെയും അദ്ദേഹത്തിന്റെ ഇളയ മകളുടെയും മുന്നിൽ വെച്ച് നടന്ന കൊലപാതകം. ഒരു തരത്തിലും പ്രതികൾ ഒരു ദയാദാക്ഷിണ്യത്തിനും അർഹരല്ല. ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖം പോലും വികൃതമാക്കുന്ന രീതിയിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മുഖം അവസാനമായി ഒന്ന് കാണാനോ പോലും കഴിയാത്ത രീതിയിൽ മുഖം വികൃതമാക്കിക്കൊണ്ടുള്ള ഒരു രീതി, ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെട്ട ആളുകളെ ആസൂത്രണം ചെയ്ത് കൃത്യമായ പ്ലാനുകളോടെ കൊലപ്പെടുത്തുന്ന രീതി, ഇതൊക്കെ തന്നെയാണ് ഈ കൊലപാതക സംഘം ചെയ്തത്. SDPI PFI ഭീകരനായ 15 പ്രതികളാണ് ഈ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവർ. എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്തിയ ഒരു രീതി. പക്ഷെ പ്രതിഭാഗം ഈ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായാണ് പ്രതികൾ ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ്. പക്ഷെ ഒരു തരത്തിലും അത് ന്യായീകരിക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞ് ശക്തമായ തെളിവുകളോടുകൂടി തന്നെ പ്രോസിക്യൂഷൻ അതിനെ കോടതിയിൽ എതിർത്തിരുന്നു. കാരണം ഈ കേസിൽ ഉൾപ്പെട്ട അനൂപ് എന്ന് പറയുന്ന 3-ാം പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ഹിറ്റ് ലിസ്റ്റ് അന്വേഷണ സംഘത്തിന് കിട്ടി. ഈ പ്രതികൾ അറസ്റ്റിലായി ആ സമയത്ത് തന്നെ ഈ ഒരു കൊല്ലപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് ഈ ഭീകര സംഘടന തയ്യാറാക്കി എന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് കേസിലെ വലിയ വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ പ്രതികളെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് പ്രതികളുടെ ഭാര്യമാരുടെ മൊബൈൽ ഫോണുകളിലായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം പിടിച്ചെടുത്ത് ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഈ ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിയിൽ സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അത് കഴിഞ്ഞു. അത് തന്നെയായിരുന്നു ഈ കേസിന്റെ വിജയത്തിലേക്ക് എത്തിച്ചതും. എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ആദ്യമാണ്. ഇത്
ഭീകരവാദ സംഘടനയുടെ ഭാഗമായി തന്നെ ഉണ്ടായതാണ് എന്ന കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെ സ്ഥാപിച്ചെടുക്കാൻ കൃത്യമായ തെളിവുകൾ സഹിതം സ്ഥാപിച്ചെടുക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി കൊലപ്പെടുത്തി ഹിറ്റ് ലിസ്റ്റിൽ, അതായത് ഈ അന്വേഷണ സംഘം അന്ന് 3-ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ 1-ാം പേരുകാരനായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് രഞ്ജിത്ത് ശ്രീനിവാസൻ. അദ്ദേഹമായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റിലെ 1-ാം പേരുകാരൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമാണ് കൊലപാതകം എന്ന പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു. അത് കോടതി എടുത്തു പറയുകയും ചെയ്തിരുന്നു. ഈ ഹിറ്റ് ലിസ്റ്റാണ് ഈ പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ നിരോധിത തീവ്രവാദ സംഘടനയിലെ ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം, സമൂഹത്തിന് പാഠമാകേണ്ട, മാത്രമല്ല ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഈ ഒരു ശിക്ഷ എന്നും പാഠമാകണം, ആ രീതിയിലുള്ള ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളും പിന്നീട് ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതികൾക്ക് മാനസാന്തരത്തിനുള്ള ഒരു അവസരം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു.